പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് യാത്രയിലുണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വഴിമധ്യേ മരണപ്പെടുകയാണ്. ഫഅമറഹും റസൂലുള്ളാഹി അൻ യഗ്സുലൂഹു ബിമാഇൻ വസിദ്രിൻ. പ്രവാചകൻ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ നിർദ്ദേശിച്ചു. വെള്ളം കൊണ്ടും അതുപോലെ തന്നെ സിദുർ കൊണ്ടും അദ്ദേഹത്തെ കുളിപ്പിക്കാൻ നിർദ്ദേശിച്ചു. ഒരു തരം ഇലയാണ് സിദുർ എന്ന് പറയുന്നത്. വയക്ഷിഫു വജ്ഹഹു വറഅസുഹു. അദ്ദേഹത്തിന്റെ മുഖവും തലയും കഫം ചെയ്യുമ്പോൾ മൂടണ്ട എന്നും നിർദ്ദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു യുബഅസു യൗമൽ ഖിയാമത്തി വഹുവ യുഹില്ലു. അദ്ദേഹം തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് അന്ത്യദിനത്തിൽ പുനരുദ്ധരിക്കപ്പെടും. അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറയിലേക്ക് കൊണ്ടുവരും എന്നാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട ഏറ്റവും സന്തോഷകരമായ പര്യാവസാനത്തെക്കുറിച്ചാണ് പറയാൻ ശ്രമിച്ചത്. ഒരു വ്യക്തിയുടെ, ഒരു സ്വഹാബിയുടെ, ഒരു ഹാജിയുടെ ഏറ്റവും മനോഹരമായൊരു പര്യാവസാനമാണ് ഈ സംഭവത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കൊക്കെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിരന്തരം ധാരാളം ഭയങ്ങളുണ്ടെങ്കിലും ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ എന്ന് അവസാനിക്കും, ഞാൻ എപ്പോൾ അവസാനിക്കും, എന്ത് കാരണം കൊണ്ട് അവസാനിക്കും, എവിടെ വെച്ച് അവസാനിക്കും, ആ അവസാനം അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിലാകുമോ, അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയെക്കുറിച്ച്, ആ അവസ്ഥയെക്കുറിച്ച് ജീവിതത്തിൽ നമുക്ക് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത അത്ര തവണ കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ റൂഹ് പിടിക്കുന്ന രൂപം വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയും നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയെ മറവ് ചെയ്യാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഖബറിന്റെ പണി പൂർത്തിയാകാതിരുന്നപ്പോ മയ്യിത്തും കൊണ്ട് അലഹദ്, ആ ഖബർ പൂർത്തിയാകുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഒരു സംഭവം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ അപ്പൊ നിശബ്ദതയാണ്. സൂചി വീണാലുള്ള നിശബ്ദതയിൽ പ്രവാചകനും സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റും ഒരുപാട് ഖബറുകൾ അവരെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് പ്രവാചകൻ ഒരു വടിയെടുത്തിട്ട് ഇങ്ങനെ മണ്ണിലിങ്ങനെ തോണ്ടിയിട്ട് തന്റെ മുഖം ആകാശത്തേക്ക് ഉയർത്തിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വഹാബത്ത് അദ്ദേഹത്തിന്റെ നെറ്റിയിലെ വിയർപ്പിന്റെ തുള്ളികൾ കാണുകയാണ്. അഥവാ പ്രവാചക തിരുമേനിക്ക് ഒരു വഹയി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രൂപമാണത്. അവിടുന്ന് പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും അന്ത്യമുണ്ട്. അതിൽ വിശ്വാസിയുടെ അന്ത്യം പറയുന്നിടത്ത് സൂറത്ത് ഫുസ്സിലത്തിലെ 30 ഓതിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. മലക്കുകൾ അവരെടുത്തിറങ്ങും. ഭൂമിയിൽ ആരൊക്കെ മരിക്കുന്നുണ്ടെങ്കിലും അവരുടെയൊക്കെ റൂഹെടുക്കുന്ന സംഘം ഒറ്റ സംഘമാണ്. അതെങ്ങനെ സാധിക്കാന്നൊക്കെ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധ്യമാകാത്ത ഒന്നുമില്ല, അല്ലേ? അയാളുടെ റൂഹെടുക്കേണ്ടുന്ന ഘട്ടമെത്തുമ്പോ മലക്കുകൾ അവിടെ വരുന്നു. റൂഹിനെ പിടിക്കേണ്ട മലക്ക് കൃത്യം സമയത്തെത്തുന്നു, റൂഹിനെ പിടിക്കുന്നു. ഒരു സെക്കൻഡ് അങ്ങോട്ടോ അങ്ങോട്ടോ ആവൂല. അപ്പോ ഈ റൂഹ എടുക്കുന്ന അതിന്റെ തൊട്ടു മുമ്പ് തന്നെ അയാൾ ആശ്വസിപ്പിക്കുകയാണ്. മലക്കുകളൊക്കെ കൂടെ പെട്ടെന്ന് കാണുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ മലക്കുകളെ കാണുകയാണ്, അവരുടെ രൂപത്തിൽ കാണുകയാണ്, അല്ലെ? അവരുടെ രൂപത്തിൽ കാണുകയാണ്. അപ്പൊ ആശ്വസിപ്പിക്കുകയാണ്, ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുകയാണ്. അല്ലാ തഖാഫു വലാ തഹ്സനു, പേടിക്കണ്ട, വിഷമിക്കണ്ട. വബശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കും. മലക്ക് വരുന്നതോടുകൂടെ പിന്നെ നല്ല ആത്മാവേ ഇർജിഇ ഇലാ റബ്ബിക്കി, നീ നിന്റെ രക്ഷിതാവിലേക്ക് മടങ്ങുക എന്ന് ഉള്ള പ്രഖ്യാപനം ഉണ്ടാകും. എന്നിട്ട് ഏറ്റവും സൂക്ഷ്മമായി, അല്ലെ, ഒരു നെയ്യിൽ നിന്ന് നൂലിങ്ങനെ ഊരിയെടുക്കുന്ന അത്ര ലാഘവത്തോടു കൂടി എടുക്കുന്നതാണ്. ലോകത്ത് ഏറ്റവും മനോഹരമായി എടുക്കപ്പെട്ട റൂഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹാണ്. ആ റൂഹ് എടുക്കുമ്പോൾ പോലും വേദനയുണ്ടായിരുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി എല്ലാ ആത്മാക്കളും അനുഭവിക്കും. പ്രവാചകനാണ് കർമ്മങ്ങൾ കൊണ്ടും നന്മകൾ കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന വ്യക്തിയെങ്കിൽ, ആ മഹാപ്രവാചകന്റെ റൂഹ് എടുത്തപ്പോൾ പോലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ, ഏറ്റവും സത്യവാനായ വിശ്വാസിയുടെ റൂഹ് എടുക്കുമ്പോൾ വേദനയുണ്ടെങ്കിൽ, ആ വേദനയെ അഭിമുഖീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, സന്തോഷപൂർവ്വം റൂഹിനെ എടുക്കുമ്പോൾ പോലും അവിടെ വേദന ഉണ്ടാകും. പക്ഷേ ആ വേദനക്ക് ആശ്വാസമായിട്ട് മലക്കുകളുടെ വാക്കുണ്ടാകും, വിഷമിക്കണ്ട, നിങ്ങളെ വേദനയൊക്കെ തീരാൻ പോവാണ്, നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കാണ് എടുക്കുന്നത് എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. ആ ഒരു അവസ്ഥ ഒരു വിശ്വാസിക്ക് കിട്ടണമെങ്കിൽ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ കണിശമായ ചില കാര്യങ്ങൾ ഉണ്ടാകണം.
അല്ലെ? ചിലത് നമ്മൾ പറഞ്ഞു തുടങ്ങി, അതിന്റെ വിശദാംശമാണ് ഇന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അതിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒന്നാമത്തെ കാര്യം, ആ ഒരു അവസ്ഥയെക്കുറിച്ച ഒരു ഭയവും ഒരു ജാഗ്രതയും ജീവിതത്തിൽ ഉണ്ടാകുക എന്നാണ്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയാ, കാനു യഖാഫൂന മിൻ സൂഇൽ ഖാതിമതി വഹും ഫിൽ ഇബാദ. സ്വഹാബത്തും താബഈങ്ങളും ഒക്കെ അടങ്ങുന്ന മുൻഗാമികൾ ആരാധനകളിൽ ജീവിച്ചവരായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആരാധനകളും അദ്കാറുകളും അവർക്കുണ്ടായിരുന്നു. 20 കൊല്ലമായി ബാങ്ക് വിളിക്കും മുമ്പ് എനിക്ക് എന്നും പള്ളിയിലെത്താൻ പറ്റിയിട്ടുണ്ട് എന്ന് ശിഷ്യന്മാരോട് പറയുന്ന മഹാപണ്ഡിതനെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 20 കൊല്ലമായി ഒരു സമയത്ത് പോലും ബാങ്കിന്റെ ശേഷം ഞാൻ എത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് ജീവിതത്തിൽ പറ്റുന്ന ചില സൂക്ഷ്മത കുറവുകളുടെ നിമിഷങ്ങളിൽ ശിഷ്യന്മാരോട് പറയുകയും ഇസ്തിഗ്ഫാറിന് വേണ്ടി, തൗബക്ക് വേണ്ടി, തനിക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മഹാപണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെയൊക്കെ അവസ്ഥ, അങ്ങനെയുള്ളവർ പോലും ജീവിതത്തിലെ മോശമായ അന്ത്യത്തെ ഭയന്നിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാ, മാ അമിന മിനൻ നിഫാഖ് ഇല്ലാ മുനാഫിഖുൻ. ഞാൻ മുനാഫിഖാകുമോ എന്ന ഭയത്തിൽ, എന്റെ വിഷയത്തിൽ ഭയമില്ലാത്തത് മുനാഫിഖിന് മാത്രമാണ്. ഇന്നൽ മുനാഫിഖ ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. മുനാഫിഖ് നരകത്തിന്റെ ഏറ്റവും അടിയിലായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ പലപ്പോഴും നേരത്തെയും ഞാൻ ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. ഈ സാഹചര്യത്തോട് ഏറ്റവും ചേർന്നതുകൊണ്ട് വീണ്ടും പറയാം. ആരാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സ്വഹാബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹം സ്വർഗത്തിലാണെന്നും സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്നും അവിടെ ഞാനൊരു സുന്ദരിയായ സ്ത്രീയെ കണ്ടു എന്നും ഒക്കെ പ്രവാചകൻ പറയുന്നുണ്ട്. പിന്നെ ഉമറിന്റെ കൊട്ടാരമായതുകൊണ്ട് ഞാൻ കയറിയില്ല എന്ന് പ്രവാചകൻ തമാശയാക്കി പറയുമ്പോൾ അദ്ദേഹം വിതുമ്പാണ്. എന്റെ പ്രവാചകൻ എന്നെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അദ്ദേഹം പറയാ, ഉമർ അതങ്ങനെയല്ല, നിങ്ങളുള്ള വഴിയിൽ നിന്ന് ശൈത്താനോടും, അത്രയും കണിശക്കാരനാണ് അങ്ങ്. ഒരു പ്രശംസ കൂടെ കൊടുക്കാണ്. ആ മഹാനായ സ്വഹാബി അല്ലെ, താനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ രാവിനെ പകലാക്കിയ മഹാവ്യക്തിത്വം അങ്ങ് ടൈഗ്രീസ് നദിയുടെ തീരത്ത് വല്ല മനുഷ്യനും വല്ല ആടും വല്ല പ്രാണികളും വല്ല പക്ഷികളും വെള്ളം കിട്ടാതെ മരിച്ചാൽ അതിനുപോലും ഭരണാധികാരി നിലനിൽക്ക് ഞാൻ ഉത്തരവാദിത്വം വഹിക്കേണ്ടവനാണെന്ന് ചിന്തിച്ച, അത്രയും ഉന്നതമായി ചിന്തിച്ച അദ്ദേഹം ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വരുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹുവിന്റെ പ്രത്യേകത എന്താ? പ്രവാചകൻ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ കൊടുത്തത് അദ്ദേഹത്തിന്റെ അടുത്തായിരുന്നു. സൊഫിലുണ്ടാവും, ഒന്നാമത്തെ സൊഫ് തന്നെ ഉണ്ടാകും, പ്രവാചകന്റെ ഒപ്പം ഉണ്ടാകും, ചർച്ചകളിലൊക്കെ ചാടി ഇറങ്ങി പുറപ്പെടും. പക്ഷേ പ്രവാചകൻ അവരെ പബ്ലിക്കായി മാർക്ക് ചെയ്തില്ല. പ്രവാചകനിലെ ലീഡർഷിപ്പ് ഒരു വലിയ വിഷയമാണ്. പ്രവാചകനിലെ ലീഡർഷിപ്പ് കുടുംബത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും ഒക്കെ വലിയൊരു പാടാ. പക്ഷേ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യം പറഞ്ഞു, ഇന്ന ആളുകളെ സൂക്ഷിച്ചോ, ഇവരെ ശ്രദ്ധിച്ചോ. അതുകൊണ്ട് തന്നെ ഹുദൈഫ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ 4 ഖലീഫമാരുടെ കാലഘട്ടവും പിന്നിട്ടത് വരെയുള്ള ഒരു കാലത്തും ഇസ്ലാമിക സമൂഹത്തിൽ മുനാഫിഖീങ്ങൾ ഒരു കാര്യത്തിലും നേതൃത്വത്തിൽ വന്നിട്ടില്ല എന്ന് സ്വഹാബത്ത് ഉറപ്പിക്കും. ഏതെങ്കിലും ഒരാളെ നേതാവായി പ്രഖ്യാപിച്ച പള്ളിയുടെ മൂലയിൽ ഇരിക്കുന്ന ഹുദൈഫനെ അങ്ങനെ നോക്കും. ഹുദൈഫയുടെ മുഖത്തെ മന്ദസ്മിതങ്ങളെയും ഹുദൈഫയുടെ മുഖത്തെ ഭാവമാറ്റങ്ങളെയും നോക്കി ഞാൻ മുനാഫിഖല്ലെന്ന് ഉറപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അധികാരത്തെ കൊതിച്ചിട്ടുണ്ട്, മുനാഫിഖാണോ അല്ലേ എന്ന് മനസ്സിലാകാൻ. സ്വഹാബത്ത് പറഞ്ഞു, അല്ലാത്തൊരു ഘട്ടത്തിലും ചുമതലകളെ ഞങ്ങൾ കൊതിച്ചിട്ടില്ല, ഓരോരുത്തരും ഭയന്ന് ജീവിക്കായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ 30 ചില്ലാനം സ്വഹാബിമാരെ ഞാൻ കണ്ടു. ആരാ പറയണേ? അബൂ മുലൈക്ക പറയാണ്, പിൽക്കാലക്കാരനാണ്. അദ്ദേഹം പറയാണ്, ഞാൻ 30 ചില്ലാനം സ്വഹാബിമാരെ കണ്ടു, അവരൊക്കെ നിഫാഖിനെ ഭയപ്പെട്ടവരായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരെ പറ്റി പറയാം, വഖാനബിക്കി കസീറൻ, അദ്ദേഹം ധാരാളം കരയാറുണ്ടായിരുന്നു. എന്താ കരച്ചിലിന്റെ വിഷയം? ക്യാൻസർ പിടിച്ചു എന്നതല്ല, കിഡ്നി പോയി എന്നതല്ല, മക്കൾ മരിച്ചു എന്നതല്ല, വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല എന്നുള്ളതല്ല, ഭർത്താവ് സഹകരിക്കണില്ല എന്നുള്ളതല്ല. ഇതൊന്നും കരയാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്താൻ പാടില്ലാത്തതോ ആയ വിഷയമായിട്ടല്ല. അതിലൊക്കെ ഉപരി അവരുടെ വിഷയം എന്താ? അഖാഫു അൻ ഉസ്ലബൽ ഈമാന ഇൻദൽ മൗത്ത്. മരണത്തിന്റെ നേരത്ത് ഈമാനിനെ വാരിയെടുക്കുമോ, ഈമാനിനെ പിടിച്ചെടുക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തുടരുക, ബലഗനി അന്നൽ അബ്ദ യഅമലുൽ ഖൈറ 70 സന. 70 വർഷം ഒരു വ്യക്തി അമൽ ചെയ്യും. ഫൈദാ അമല ഫീ ആഖിരി ഉംരിഹി അമലൻ ഫീ ആഖിരി ഉംരിഹി അമലൻ മിൻ അഅമാലി അഹ്ലിൻ നാർ. അവസാനം വെച്ച് ചിലപ്പോ ജീവിതത്തിന്റെ അവസാന ദിവസങ്ങളിലോ നിമിഷങ്ങളിലൊക്കെ നരകക്കാരുടെ അമല ചെയ്യുക. ഖുതിമ ലഹു ബിഹി, അതുകൊണ്ടായിരിക്കും അവന്റെ പര്യവസാനം. ഫയദ്ഖുലുൻ നാർ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കും. നഊദു ബില്ലാഹി മിൻ സൂഇൽ ഖാതിമ, ഏറ്റവും മോശമായ പര്യവസാനത്തിൽ നിന്ന് അള്ളാഹുവിടെ നമുക്ക് രക്ഷ തേടാം. വലിയ മുതലാളിയാണ്, ഇഷ്ടം പോലെ ഭൂമിയൊക്കെ ഉണ്ട്. സ്വത്തോഹരി വെച്ചപ്പോ പെൺകുട്ടികളെ കാര്യമായി പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ചില മക്കളോട് മാത്രം എന്തോ ചില താല്പര്യം തോന്നി, ഹക്കല്ലാത്തത്, മറ്റു മക്കൾക്ക് തൃപ്തിപ്പെടാത്തത് ചെയ്തു.
2 കല്യാണം കഴിച്ചിരുന്നു മൂപ്പര് കേട്ടോ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണത്. അതിന് യോഗ്യതയുള്ളവനോ അതിന് പറ്റണവനും അതിന് അർഹനും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതില്ലാന്നോ അത് പറ്റൂലെന്നോ ഒന്നും ഒരിക്കലും ഇസ്ലാമികമായിട്ട് പറയാൻ പറ്റൂല. സ്ത്രീകൾക്ക് എത്ര അസ്വസ്ഥത ഉണ്ടെങ്കിലും ഇസ്ലാം നിശ്ചയിച്ചൊരു അസ്ലാണത്, മനസ്സിലായില്ലേ? പക്ഷെ അത് ഇന്നത്തെ കാലത്ത് അത് നിർവഹിക്കുന്ന ആളുകൾ ഒരാവേശത്തിലും ഒരു കാര്യത്തിലാണ് നിർവഹിച്ചു പോകുന്നു എന്നല്ലാതെ അതുവഴി നരകത്തിന്റെ വഴി തുറക്കുന്ന സാഹചര്യമാണ് കൺമുന്നിൽ നമ്മൾ കാണുന്നിടത്തൊക്കെ 99% ഉള്ളത്. അതുകൊണ്ടാണ് അതൊരു മോശം പരിപാടിയായി സമൂഹത്തിന് ചിന്തിക്കേണ്ടിയും വരുന്നത്. സാന്ദർഭികമായിട്ട് പറഞ്ഞത് മാത്രം. അപ്പൊ അങ്ങനെ 2ാമത് കല്യാണം കഴിച്ചതിലുള്ള മക്കളെ കാര്യം ഒന്നും മുപ്പര് നോക്കിയില്ല. ആ സ്ത്രീ കെഞ്ചിക്കാണ് അപേക്ഷിച്ചപ്പോൾ ഒന്നും എഴുതി വെച്ചില്ല കേട്ടോ. മക്കളെ പേടിച്ചു, ഭാര്യനെ പേടിച്ചു. അപ്പൊ എന്തും ആകാം. ഞാൻ ഒരു ആംഗിൾ പറഞ്ഞു മാത്രം. ഒരു ആംഗിൾ ചിലപ്പോ ശയ്യാവലംബിയായി കുറെ കാലം കടന്ന ആ കടത്തത്തിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് അനുസ്മരിപ്പിച്ചിരുന്നു. അങ്ങനത്തെ ഒക്കെ ആകാം. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവോട് ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. വിശ്വാസി പാപത്തെ കാണുന്ന ഒരു രീതി പഠിപ്പിക്കുന്നുണ്ട്. ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഖായിദുൻ തഹ്ത ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. തന്റെ മേൽ വന്നു വീഴാനുള്ള ഒരു മലയുടെ താഴെ താമസിക്കുന്നവനെ പോലെയായിരിക്കും വിശ്വാസി പാപത്തെ കാണുക. ഉരുളുപൊട്ടി നന്നായിട്ട് വരുവോ പഠിച്ചോനെ, ഈ തെങ്ങ് നമ്മളെ തലയിൽ കൂടെ വീഴോ പഠിച്ചോനെ, അല്ലേ? അതല്ലെങ്കിൽ ഈ കിണറിന്റെ സൈഡ് ഇടിഞ്ഞങ്ങോട്ട് അമരോ പഠിച്ചോനെ എന്ന് ചിന്തിക്കുമല്ലോ. അപ്പം ഉണ്ടാകുന്ന ഒരു ശ്രദ്ധല്ലേ? അതേപോലെ ആയിരിക്കും ഓരോ പാപത്തോടും. പാപത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ഓരോന്നിനോടും വിശ്വാസി പുലർത്തുന്ന ഒരു സമീപനം അങ്ങനെയായിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. വൽ മുനാഫിഖ് ആണെങ്കിലോ യറാ ദുനൂബഹു, അവന്റെ പാപങ്ങളെ കാണുന്നു. കദുബാബിൻ വഖഅ അലാ അൻഫിഹി, അവന്റെ മൂക്കിന്റെ അറ്റത്ത് ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു ഈച്ചയെ പോലെയായിരിക്കും. നേരത്തെ നമ്മൾ വായിച്ചൊരു ഹദീസാണ്. അതുകൊണ്ട് പണ്ഡിതന്മാര് മുൻഗാമികള് ശരിയായ പര്യാവസാനം കിട്ടാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്താ? ഒരു വ്യക്തി തന്റെ പര്യാവസാനത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും അയാൾക്കുണ്ടാകേണ്ട സൂക്ഷ്മമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തുകയും ചെയ്യുക. അവസാന കാലത്ത് ചതിയിൽപ്പെടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ മഹാരോഗങ്ങളൊക്കെ ബാധിച്ച് കുറെ കാലം ഇങ്ങനെ ശയ്യാവലംബിയായി കിടത്തരുത് പഠിച്ചോനെ എന്ന് പ്രാർത്ഥിക്കുക. ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാനും ആത്മപരിശോധനകൾ നടത്തി വിശകലനങ്ങൾ നടത്തി ശരിയായ രീതിയിൽ ഇസ്തിഗ്ഫാറിനും തൗബക്കൊക്കെ അവസരം കിട്ടി കണ്ണടക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാം. 2ാമത്തെ കാര്യം എന്താ പറയുക? നമസ്കാരമാണ്. നമ്മളുടെ പര്യാവസാനത്തിൽ നമ്മുടെ നമസ്കാരത്തിന് റോളുണ്ട്. ഒരുപക്ഷെ ഈ മിമ്പറിൽ ആവർത്തിച്ചു പറയുന്ന മസാലകളിൽപ്പെട്ട ഒന്നാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബി പറയാണ്, പ്രവാചകങ്ങൾ ഉദ്ധരിക്കുകയാണ്, മൻസറഹു അയ്യൽഖല്ലാഹ ഗദൻ മുസ്ലിമൻ, നാളെ ആരെങ്കിലും അള്ളാഹുവിനെ മുസ്ലിമായി കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മുസ്ലിമായിരിക്കെ മരിച്ചുപോയി റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുഹാഫിൽ അലാ ഹഉലാഇ സ്വലാ ഹൈതു യുനാദി ബിഹിന്ന, ഓരോ വക്തിലും അവനെ നിരന്തരം വിളിച്ചു കൂട്ടി കൊണ്ടുപോയി നിർവഹിപ്പിക്കുന്ന 5 വക്ത് നമസ്കാരത്തിന്റെ കാര്യം അവൻ ശ്രദ്ധിക്കട്ടെ. ഫഇന്നല്ലാഹ ശറഅ ലിനബിയിക്കും സുനനൽ ഹുദ, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ പ്രവാചകന് ശരിയായ ശരീഅത്തിനെ മാർഗദർശനമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. വഇന്നഹുന്ന മിൻ സുനനിൽ ഹുദ, അത് ആ നമസ്കാരം എന്നത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ശരിയായ ചര്യയാണ്. ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്താ? ഈ ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ സെക്യൂരിറ്റി എന്താ? ഖുറാനിലും സുന്നത്തിലും പറഞ്ഞ കാര്യം അനുസരിച്ചാണ് ജീവിക്കണതെങ്കിൽ അയാൾ പോകുന്ന ദൂരെ ഇതുവരെ ഉണ്ടാവും. ചില ആൾക്കാർ ചില മാറ്റങ്ങളൊക്കെ കാണുമ്പോൾ താടിക്ക് വെച്ചു, പള്ളിയിലൊക്കെ വരലൊടുങ്ങി. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ ബേജാറാവും, ഓന് എവിടുക്കപ്പി പോക്ക്. അയാൾ ചിലപ്പോ വീട്ടിലും കുടുംബത്തിലും ആളുകൾ സ്ഥിരമായി ആചരിക്കുന്നതും പാലിക്കുന്നതുമായ ചില കാര്യങ്ങൾക്ക് വിരുദ്ധമായ ചിലതൊക്കെ പറയും. എന്താ? അയാൾ ഹിജാബ് ഇടുന്ന കാര്യം ഉണർത്തും, ഇളയച്ചനെ ഹിജാബ് ഇടുന്ന കാര്യം ഉണർത്തും, മൂത്തച്ഛനെ ഹിജാബ് ഇടുന്ന കാര്യം ഉണർത്തും. അയാൾ ചിലപ്പോൾ ദീർഘയാത്ര പോവുകയാണ്, ഡൽഹി പോവുകയാണ്, അനിയന്റെ ഭാര്യനെയും കൂട്ടി പോയിക്കൂടെ നോക്കുമ്പോ അയാൾ പറയാ അത് പറ്റൂല എന്നറിയും, ഞാൻ അവൾക്ക് മഹറമല്ല എന്നറിയും. അല്ലെ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറഞ്ഞ പുരോഗമനത്തിനെതിരാ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനിയന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ, അവരൊപ്പം തനിച്ചാവുക എന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത്. ഇവിടുന്ന് പെരിന്തൽമണ്ണക്ക് പോണിനെ കുറിച്ചല്ല ഞാൻ പറയണത്. തനിച്ചാവുക എന്ന അന്തരീക്ഷം ഉണ്ടാകുന്നത് അതിലേറെ നല്ലത് മരണമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ്. അല്ലെ? നമ്മുടെ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, നമ്മുടെ സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, ഇല്ലേ സുഹൃത്തുക്കളെ? ചിലതൊക്കെ ഉദാഹരണം പറയാൻ പേടിയാ, എവിടേക്ക് എന്തൊക്കെ പറ്റിയെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ മിമ്പർമ ചർച്ച ചെയ്തു എന്നാ പിന്നെ വിചാരിക്കുക. അതുകൊണ്ട് റസൂലും റബ്ബും വരച്ചോടുത്ത് നിന്ന് പോയാൽ ഒരു പ്രശ്നം ഉണ്ടാകൂല, നമ്മളെ ഭൗതികമായത് മോശപ്പെടുത്തൂല. നാട്ടുകാരുടെ മുന്നിൽ ചിലപ്പോ പുരോഗമനത്തിനെതിര് വരണോരെന്നുള്ളൊരു ടാഗ്ലൈനൊക്കെ വരും, അത് സാരല്ല. അതൊക്കെ നാടും സമൂഹവും പിന്നെ നമ്മൾ ഓർത്തോളും, പിന്നെ നമ്മളെ തിരിച്ചറിഞ്ഞോളും. നോക്കൂ, നിങ്ങൾ
അതുകൊണ്ട് നമുക്കൊരു മാർഗദർശനമുണ്ട്. ആ നിസ്കാരം അതിൽപ്പെട്ടതാണ്. വലൗ അന്നക്കും സ്വല്ലൈതും ഫീ ബുയൂത്തിക്കും, നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ കമാ യുസല്ലി ഹാദൽ മുതഖല്ലിഫ് ബൈതിഹി, വീട്ടിൽ നിസ്കാരം ശീലമാക്കിയ ആ മനുഷ്യനെ പോലെ നിസ്കരിക്കുകയാണെങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, നിങ്ങളുടെ നബിയുടെ ചര്യ നിങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു. വലൗ തറക്തും സുന്നത നബിയിക്കും, നബിയുടെ ചര്യ നിങ്ങൾ ഒഴിവാക്കിയാൽ ലവലൽതും, നിങ്ങൾ വഴിതെറ്റുമെന്നാണ്. അതുകൊണ്ട് അവസാനം മരണം വല്ല വണ്ടിന്റെ യോട്ടിലോ അല്ലെങ്കിൽ ICUലോ വീട്ടിലോ എവിടെയാകട്ടെ, നമ്മുടെ മരണത്തിന്റെ നേരത്ത് നമുക്ക് ശരിയായി മരിക്കാൻ, അള്ളാഹ് തൃപ്തിപ്പെട്ട രീതിയിൽ മരിക്കാനുള്ള ഒന്നാമത്തെ വഴി ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ വഴി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ചിന്തിക്കേണ്ടതുണ്ട്, എന്റെ പര്യാവസാനം നല്ലതാകണം എന്ന ചിന്തയാണെങ്കിൽ രണ്ടാമത്തത് നമ്മുടെ നമസ്കാരത്തെ ശരിപ്പെടുത്തലാണ്. കാരണം നമസ്കാരം എന്നുള്ളത് മരണം കഴിഞ്ഞുള്ള ഹിസാബിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യമാണ്. ഒന്നാമത്തെ ഹിസാബ് അതായിരിക്കും. ഫൈൻ സലുഹത്ത്, ആ നിസ്കാരം ശരിയായാൽ സലുഹ സായിർ അമലിഹി, ബാക്കി കാര്യമൊക്കെ ഓക്കെ ആക്കി. ഈ നിസ്കാരത്തിലുള്ള കുഴപ്പമുണ്ടെങ്കിലോ ബാക്കിന്റെ കാര്യം പോയി. അപ്പൊ പടച്ചോൻ എന്താ ചെയ്യുക? നിസ്കാരം പഴച്ച, നിസ്കാരത്തിൽ ക്ലിയർ അല്ലാത്ത വ്യക്തിയുടെ സുന്നത്ത് നിസ്കാരം എടുത്ത് പരിശോധിക്കാൻ പറയും. കേട്ടോ, ആ സുന്നത്ത് നിസ്കാരം എടുത്ത് പരിശോധിക്കുന്നതോടുകൂടെ ക്ലിയർ ആവുകയാണെങ്കിൽ പടച്ചോൻ അത് ക്ലിയർ ആക്കി കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ഇതിം ആരും അലമ്പണ്ട, ആവർത്തിച്ചു പറയണം. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. നമസ്കാരം എങ്ങനെങ്കിലൊക്കെ കഷ്ടപ്പെട്ട് ജമാഅത്തിന്റെ അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ച ജീവിതത്തിൽ കുറെ പുതിയ വെളിച്ചങ്ങൾ തെളിയും. പ്രിയപ്പെട്ടവരെ, തെളിയും. അതാ മനസ്സെടുത്തിട്ട് കുറച്ച് കഷ്ടപ്പാടായിട്ടുണ്ടാകും ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്താൻ. പക്ഷെ അങ്ങനെ അങ്ങോട്ട് എത്തിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒക്കെ ഒരു ഓർഡർ ആയിരിക്കും. നിസ്കാരത്തിന് മുമ്പ് ശേഷം പറഞ്ഞിട്ട് നമ്മൾ അതിന് ക്രമീകരിച്ച് ജീവിതം തന്നെ കാര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് പറയാണ്, മദീന പള്ളിയിലെ ചിത്രം പറയാ, വലഖദ് റഅയ്തുനാ വമാ യതഖല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്. നിഫാഖ് അറിയപ്പെട്ട ആള്, രണ്ടു തരം ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് നിഫാഖ് അറിയപ്പെടാത്തവര്, രണ്ട് നിഫാഖ് അറിയപ്പെട്ടവര്. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സലൂൽ ആരാ? നിഫാഖ് അറിയപ്പെട്ട ആളാ. നിഫാഖ് അറിയപ്പെട്ട ആളാ. പള്ളിയിലുണ്ടാവും മൂപ്പര് കുത്തിത്തിരിപ്പും സ്ക്രൂ ഡ്രൈവർ പരിപാടിയായിട്ട് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് അയാളെ പിടിച്ചു കൊല്ലുകയോ ഹദ് എടുക്കൊന്നും ചെയ്തില്ല. നിങ്ങൾ ശരിക്കും പഠിക്കണേ, ഹദ് എത്ര നടന്നു ഇസ്ലാമിൽ. പക്ഷെ ഇയാള് പരസ്യമായി സൈനിക അച്ചടക്ക ലംഘനം നടത്തിയിട്ടും അയാളെ പ്രവാചകൻ ശിക്ഷിച്ചില്ല. അയാളെ മരിക്കാൻ വിട്ടു. കേൾക്കണങ്ങള്, മരിക്കാൻ വിട്ടു. എന്താ കാരണം? അതാണ് ഭരണപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അയാളെക്കെതിരെ ശിക്ഷാ നടപടി എടുക്കുന്നതോടുകൂടെ വളരെ പബ്ലിക് ആയിട്ടുള്ള കുറച്ച് ആഭ്യന്തര പ്രശ്നങ്ങൾ മദീനത്ത് വരാണ്ട്. ആ ആഭ്യന്തര പ്രശ്നങ്ങൾ വന്ന അതിന്ന് മുതലെടുക്കാനുള്ള ജൂതന്മാരുണ്ട്. പള്ളിയിൽ വരുന്ന ആളെ മുത്തുനബി കൊന്നു. ഇതാണ് ക്യാമ്പയിൻ ഉണ്ടാകുക. പള്ളിയിൽ വരുന്ന ആളെ മുത്തുനബി കൊന്നു, സൊഫിലുള്ള ആളെ മുഹമ്മദ് കൊല്ലാൻ തുടങ്ങി എന്നാ പറയാ. മനസ്സിലായില്ലേ? അതിന് നിന്നൊടുത്തില്ല റസൂലുള്ള. അയാൾ മരിക്കാൻ കിടക്കുമ്പോ അടുത്ത പണി കൊടുക്കാൻ നോക്കി. അടുത്ത പണി എന്താ? പ്രവാചകന്റെ നീളം കുപ്പായം ചോദിച്ചു, മകനെ പറഞ്ഞയച്ചു. പ്രവാചകൻ എടുത്തു. അതിലയാളെ കഫൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. നിസ്കരിക്കാൻ ചെന്നു. സഹാബത്തൊക്കെ ചോദിച്ചു, നബി എന്ത് പരിപാടി അത്? പ്രവാചകൻ പറഞ്ഞേ, അങ്ങനെ കഴിച്ചിലായിക്കോട്ടെ, ഞാൻ അവന് വേണ്ടി 40 വട്ടം ജനാസ നിസ്കരിച്ചിട്ട് കഴിച്ചിലായിക്കോട്ടെ. പക്ഷെ അള്ള തിരുത്തി. അപ്പൊ പ്രവാചകൻ തിരിച്ചു പോന്നു, വഹീന് കാത്തുന്നു. ഒക്കെ പടച്ചോന്റെ തീരുമാനത്തിന് വിടിച്ചു. അപ്പോ പരസ്യമായി നിഫാഖുള്ള വ്യക്തികളല്ലാത്ത എല്ലാ വ്യക്തികളും അവര് പള്ളിയിൽ വരാറുണ്ടായിരുന്നു. വലഖദ് കാന റജുലു യുതി ബിഹി യുഹ്ദാ ബൈന റജുലൈനി ഹത്താ യുഖാമ ഫിസ്സഫി. രണ്ടാളുടെ തോളിൽ ഇങ്ങനെ തൂന്നിങ്ങിട്ട് വരെ മനുഷ്യന്മാര് പള്ളിയിൽ വരുന്ന ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. അത്രയും റിസ്ക് എടുത്ത് ജമാഅത്ത് നിസ്കാരം അവർ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ശരിയായി ഷഹാദത്ത് കലിമ ചൊല്ലി ബാക്കി എന്തൊക്കെയാണെങ്കിലും ശരിയായ രീതിയിൽ സ്വസ്ഥമായൊരു മരണം, സ്വസ്ഥമായൊരു ഖബർ ജീവിതം, അതിലേക്കുള്ള രണ്ടാമത്തെ ഒരു മാർഗനിർദ്ദേശം അതാണ്. മൂന്നാമത്തെ നല്ല കൂട്ടുകെട്ടാണ്. അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽ യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങളുടെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകാരൻ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ പ്രചോദനങ്ങൾ എന്താണ്? അതൊന്നും പ്രശ്നമില്ല ചങ്ങായി. പുതിയ കാലത്ത് അല്ലേ, ഇതൊക്കെ ഏതാ കാലം? അന്തല്ലാതെ എന്തെങ്കിലും പറയാം. ഇവരിങ്ങനെ പറയണ കേട്ട് നടക്കുക. എനിക്കായിരിക്കും ചോദ്യം. എനിക്ക് ഒരു കഴിഞ്ഞൊരു 8-9 മാസം മുമ്പുള്ളൊരു അനുഭവം പറയാം. ഒരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ബൈറ്റ്, ഒരു റീൽസ് പുറത്തു പോയിട്ട് കേട്ടിട്ടൊരു മനുഷ്യൻ വിളിക്കുകയാണ്. ഒരു വളരെ നവോത്ഥാനം സിദ്ധിച്ച ഒരു പ്രദേശത്ത് ഒരു കാലത്ത് അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഒരാളാണ്. എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തെ അറിയില്ല. നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു PSC കിട്ടിയിട്ട് അദ്ദേഹം ഒരു നാട്ടിൽ ചെന്നു. മുസ്ലിം പോപ്പുലേഷൻ ഒട്ടുമില്ലാത്തൊരു വില്ലേജിലെ ഉദ്യോഗസ്ഥനായി നിയോഗിക്കപ്പെട്ടു. കൂടെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ അവിടെ തന്നെ താമസിക്കുന്നവരാണ്. അതേ ഓഫീസിൽ തന്നെ താമസിച്ച് അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിച്ച്. അപ്പൊ മൂപ്പര് അവിടെ താമസിച്ചു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇത്തിരി വെള്ളടിക്കണവരൊക്കെയാണ്. ക്രമേണ മൂപ്പരേക്ക് എത്തി. മൂപ്പര് അതിന്റെ ഒരാളായി മാറി.
പിന്നെ എപ്പോഴോ ഒരു ഉത്ബോധം ഉണ്ടാകുമ്പോഴാണ് ഇതൊന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നത്. അൽ മർഉ അലാ ദീനി ഖലീലിഹി. നമ്മുടെ കൂട്ടുകെട്ടും ബന്ധമൊക്കെ ആരോടാണോ അവര് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇല്ല നമ്മൾ വെറുതെ പറയാം. നമ്മൾ ഇങ്ങനെ ആകേണ്ട ആളല്ല, അവരോടൊപ്പമുള്ള കൂട്ടുകെട്ടുകൊണ്ടാണ്. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ വേണ്ടാന്നാണോ? നമുക്ക് ഇടപെടലുകൾ വേണ്ടാന്നാണോ? 100% സാമൂഹിക ബന്ധങ്ങൾ വേണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ മുഅ്മിൻ, ഏതാ ഏറ്റവും വിശിഷ്ടനായ വിശ്വാസി? ഏറ്റവും വിശിഷ്ടനായ വിശ്വാസി ആരാ? ആ വിശ്വാസി എന്ന് പറയുന്നത് പള്ളിയിലൊരു മൂലക്കിരുന്ന് തസ്ബീഹ് ചൊല്ലുന്ന ആളാണ് അല്ല. തസ്ബീഹ് ചൊല്ലേണ്ട സമയത്ത് ചൊല്ലും, പുറത്തിറങ്ങേണ്ട സമയത്ത് പുറത്തിറങ്ങും. സാമൂഹിക തിന്മകൾക്കിടയിലൂടെ ജീവിക്കുമ്പോഴും ആ വ്യക്തി എന്തായിരിക്കും? സാമൂഹിക തിന്മകൾക്കിടയിലൂടെ ജീവിക്കുമ്പോഴും അയാളുടെ ദീന് സൂക്ഷിക്കുന്നുണ്ടാകും. അല്ല നാട്ടിലാകെ തിന്മയാണെന്ന് പറഞ്ഞിട്ട് ഒരു മൂലക്കെ തസ്ബീഹ് ചൊല്ലിയിരിക്കുന്ന ആളാകാൻ അല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഓരോ സമയത്തും ചെയ്യേണ്ടതും നിർവഹിക്കേണ്ടതും ചെയ്യാനും നിർവഹിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഏറ്റവും ആത്മമിത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകളാകണം. നമ്മുടെ മിത്രങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇടയിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ അവരോട് നോ പറയുന്നതോടൊപ്പം അവരെ തിരുത്താനും നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ അയാൾക്ക് നല്ലൊരു കൂട്ടുകാരനായി മാറും. പണ്ഡിതന്മാർ പറയാണ്, ഫസ്വാഹിബുക ഹവ, ചില കൂട്ടുകാർ വായുവിനെ പോലെയാണ്. ലാ യസ്തഗ്നി അൻഹു, ആ കൂട്ടുകാരൻ ഇല്ലാതെ അയാൾക്ക് നടക്കൂല. വസദീഖുൻ കഗിദാഇൻ, അല്ലേ? വേറെ ചില കൂട്ടുകാർ ഭക്ഷണം പോലെയാണ്. ലാ ഐസ ഇല്ലാ ബിഹി, ഭക്ഷണം അല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. വലാകിൻ റുബ്ബമാ സഅ തഅമുഹു ഔ സഅബ ഹളുമുഹു, ചിലപ്പോൾ എന്ത് ചെയ്യും, അതിൽ ചില ഭക്ഷണത്തിന്റെ രുചിയിൽ വ്യത്യാസം ഉണ്ടാകും, അത് ദഹിക്കാൻ പണി ഉണ്ടാകും എന്ന് പറയുന്ന പോലെയാണ് കൂട്ടുകാർ. ചില സുഹൃത്തുക്കൾ നമുക്ക് പണി തരണ ടൈപ്പായിരിക്കും. സ്വാഹിബുൻ കദ്ദവ മുറുൻ, ചില ആളുകൾ എന്താണ്, മരുന്ന് പോലെയാണ്, അതിന് രുചി വ്യത്യാസമുണ്ടാകും. പക്ഷേ വലാകിൻ ലാ ബുദ്ദ മിൻഹു അഹ്യാനൻ, ആ മരുന്ന് ഇടക്ക് വേണ്ടി വരും. ചില സുഹൃത്തുക്കളുടെ സാന്നിധ്യം നമുക്ക് ചില ഘട്ടങ്ങളിൽ അനിവാര്യമായിരിക്കും. സ്വാഹിബുൻ കസ്വഹബാഇ, ചില സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അവര് മദ്യത്തെ പോലെയായിരിക്കും. നല്ല രുചിയുണ്ടാകും, പക്ഷേ അത് കുടിക്കുമ്പോൾ ആനന്ദവും ഉണ്ടാകും. പക്ഷെ അത് കുടിക്കുന്നവനെ അത് ശക്തമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ മൂന്നാമത്തെ കാര്യം കൂട്ടുകെട്ടാണ്. ഇനി നാലാമത്തെ കാര്യം കർമ്മനിരതമായ അവസ്ഥ എന്നുള്ളതാണ്. കർമ്മനിരതമായ അവസ്ഥ, ഒരു സീസണിലാണ് സജീവാകും, പിന്നെ മൂപ്പരെ കാണൂല. അങ്ങനെയല്ല, അല്ലെ? ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, അവസാനിക്കുമ്പോ നമ്മൾ എന്ത് എന്നുള്ളതാ പരിശോധിക്കുക. നോമ്പ് കാലത്തൊക്കെ ഉഷാറാകും, ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉഷാറാകും, പിന്നെ മൂപ്പരെ കാണൂല എന്നുള്ളതല്ല. അതൊരിക്കലും ഉണ്ടായിക്കൂടാ എന്നാണ്. അവരുടെ ജീവിതത്തിൽ വരുന്ന തിന്മകളെ ശരിയായി പരിശോധിച്ച് കൃത്യതപ്പെടുത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും. നാലാമത്തെ കാര്യം എന്താണ്? പ്രാർത്ഥനയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സൂചന നൽകിയിരുന്നു, അല്ലെ? ധാരാളം പ്രാർത്ഥനകളുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം മരിക്കാൻ കിടന്നപ്പോ നടത്തിയ പ്രാർത്ഥന തവഫനി മുസ്ലിമാന്നാണ്, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ്. റബ്ബന ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാന്ന് ഖുർആൻ തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ ശരിയായ രീതിയിൽ നിലനിർത്തണേ എന്ന്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫീ ഉമൂരി കുല്ലഹ വഅജ്ർനാ മിൻ ഖിസിയിദ് ദുനിയ വഅദാബിൽ ആഖിറ, ഞങ്ങളുടെ പര്യവസാനത്തെ നീ ശരിയാക്കി തരണേ, ദുനിയാവിന്റെ അപമാനങ്ങളിൽ നിന്ന് കാക്കണേ, പരലോകത്തെ ശിക്ഷയിൽ നിന്ന് കാക്കണേ എന്ന് പ്രത്യേകം പ്രാർത്ഥനയുണ്ട്. അഞ്ചാമത്തെ കാര്യം നിലപാടാണ്. ഫസ്തഖിം കമാ ഉമിർത, നീ കൽപ്പിക്കപ്പെട്ട നിലപാടിൽ ശരിയായി നിൽക്കണം. ഒരിക്കലും ചാഞ്ഞും ചെരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരവസ്ഥ നിന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുതെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവിടെ പലപ്പോഴും നമുക്ക് പുരോഗമനം എന്ന പേരിൽ കൊണ്ടുവരപ്പെടുന്ന എന്താണ്? പുരോഗമനം എന്നുള്ള പേരിൽ കൊണ്ടുവരപ്പെടുന്ന കാര്യങ്ങളുടെ കൂടെ നിന്ന് പറ്റിക്കപ്പെട്ട എത്ര മനുഷ്യന്മാരുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയാക്കാൻ വിചാരിക്കുന്ന കാര്യം അതാണ്. ഇത് സമൂഹത്തിലെ ടാഗ് ലൈൻ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും, അതാണ് ശരിയെന്ന് തോന്നും, അതാണ് ശാസ്ത്രം എന്ന് തോന്നും, അതാണ് ഓക്കെ എന്ന് തോന്നും, അതിനെതിരെ മിണ്ടിയ പ്രശ്നം എന്ന് തോന്നും. ഉദാഹരണം, പോപ്പുലേഷൻ നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണം ലോകം 3 നിലക്ക് കൈകാര്യം ചെയ്ത്. ഒന്ന് സൈന്യത്തെ ഇറക്കി, ഫോഴ്സിനെ ഇറക്കി, സംവിധാനത്തെ ഇറക്കി, നിർബന്ധ വന്ധീകരണം നടപ്പിലാക്കി. 2 ക്യാമ്പയിൻ ചെയ്തു, വാഗ്ദാനങ്ങൾ കൊടുത്തു, അല്ലെ? 3 ഇത് 2 ഉപയോഗിച്ചു. ഇതില് ക്യാമ്പയിൻ ചെയ്ത നാടാണ് നമ്മുടെ നാട്. നാം 1, നാം 2, നമുക്ക് 2. ആദ്യം അത് വിജയിച്ചു നടന്നപ്പോ നാം 1, നമുക്കൊന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോ നാം 1, നമുക്കെന്തിനാ വേറൊന്ന്. അതും കഴിഞ്ഞപ്പോ കല്യാണം തന്നെ എന്തിനാ, ഇപ്പതാ ക്യാമ്പയിന്. അതങ്ങനെ പോവുകയാണ്. എന്നാലോ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നിങ്ങൾ പരിശോധിക്കും, ജസ്റ്റ് ChatGPTയോ ഗ്രോക്കോ അല്ലെങ്കിൽ ജെമിനിയോ ഏതോ, ഇന്ന് ഏറ്റവും പെട്ടെന്ന് ഡാറ്റ കൺസോൾട്ടേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണല്ലോ, എടുത്ത് പരിശോധിക്കും. എന്താണ്, വാട്ട് ഈസ് ദ സ്റ്റാൻഡ് ഓഫ് ചൈന ഇൻ പോപ്പുലേഷൻ കൺട്രോൾ? നിങ്ങൾ വെറുതെ ടെക്സ്റ്റ് കൊടുക്കും, വേണ്ട പച്ച മലയാളത്തിൽ കൊടുക്കും. അവരൊക്കെ വിവാഹത്തിൽ നിന്ന് ജനങ്ങളെ വിലക്കുന്ന ക്യാമ്പയിനുകൾ കൊണ്ടുവരുന്നവരെ പോലീസ് ഇറങ്ങി അറസ്റ്റ് ചെയ്യണമെന്ന്. ട്രംപ് വന്നിട്ട് ആദ്യം അറസ്റ്റ് ചെയ്തതും ക്ലോസ് ചെയ്തതും ഇത്തരം കാര്യങ്ങളാണ്.
അല്ലെ? നമ്മുടെ സംസ്ഥാനം ഇന്ത്യയിൽ 25% വൃദ്ധന്മാരുള്ള സംസ്ഥാനമാണെന്ന് നമ്മുടെ ധനവകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞു. നമ്മുടെ നാട് ഈ ക്യാമ്പയിനിലേക്ക് വരാൻ പക്ഷേ 10-15 കൊല്ലം കഴിയും. മൊത്തം ആട്ടമുട്ടിന്റെ ശേഷം വരാൻ പോണത്. ഇസ്ലാം പറഞ്ഞത് എന്താ? ജനിക്കണ കുട്ടികൾ അന്നം പടച്ചോടെ ഉണ്ടാക്കിക്കുന്നുണ്ട്. യൂറോപ്പിന്റെ ക്യാമ്പയിൻ 25 കൊല്ലം കഴിഞ്ഞ് ഏറ്റെടുക്കുക, അതിന്റെ ശേഷം പോയി കുണ്ടിച്ചടത പരിപാടി. ഈ സീരീസിൽ ഇങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഒരു സീരീസിന്റെ ഭാഗമാണ്. അതുകൊണ്ട് സ്വന്തം മക്കളുടെ കാര്യത്തിൽ നിലപാടെടുക്കാൻ നമുക്ക് പറ്റണം. സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ നിലപാടെടുക്കാൻ തീർച്ചയായും നമുക്ക് പറ്റണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ ബോധ്യപ്പെടുത്തണം. യാതൊരു സംശയവും അതിലില്ല, അല്ലേ?